Yo guys, welcome back my YouTube channel. T-Tech Malayalam. എല്ലാ T-Tech Malayalam യൂട്യൂബ് ചാനൽ സ്വാഗതം. ഗൈസ്, ഇന്നത്തെ ഇവിടെ വെച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വെച്ചാൽ ഇന്നത്തെ ഇവിടെ വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നതാണ്. അതായത് വാട്സപ്പിനെ പോലത്തെ അല്ലെങ്കിൽ യൂട്യൂബിൽ പോലത്തെ നിങ്ങൾ എന്ത് ആപ്ലിക്കേഷൻ വേണം അങ്ങനെയുള്ള ആപ്ലിക്കേഷൻ എങ്ങനെ നിർമ്മിക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഗൈസ്, ഇന്നത്തെ വീഡിയോ കിടക്കാം. അതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഉടനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കനാണെന്ന് വിളിച്ചു. നേരെ വന്നതല്ല. ഗൈസ്, വീഡിയോ കാണുമ്പോൾ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഇന്നത്തെ വീഡിയോ സ്പെഷ്യൽ അല്ലേ. അപ്പോൾ മറ്റേ കാര്യം പറയട്ടെ, ഇന്ന് ആപ്പ് നിർമ്മിക്കുന്നതിൽ വളരെ പ്രോഗ്രസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് ലെങ്ത്ത് കൂടുതലായിരിക്കും. ഞാൻ വീഡിയോ ചെയ്യുന്ന മാക്സിമം 30 മിനിറ്റാണ് ഇതിൻ്റെ വീഡിയോയുടെ ലെങ്ത്ത് വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്യാം. പിന്നെ വീഡിയോ കുറേ പൗസിലായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി 30 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട വീഡിയോ ആണ് 7 മിനിറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണാം. അപ്പോൾ ഞാൻ ഫുള്ള് പൗസിലായിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണം. നേരെ വിളിക്കണം. ഗൈസ്, അതിനായി ആദ്യം നിങ്ങൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അവിടെ ഒന്ന് സെർച്ച് ചെയ്യാറുണ്ട്. സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് വെച്ചിട്ടുണ്ട്. അവിടെ ഡയറക്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഡയറക്റ്റ് അവിടേക്ക് പോകുന്നത്. ഞാൻ സെർച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് അതിൽ കിട്ടിയില്ലെങ്കിൽ ക്രോമിൽ പോയി www.appgeyser.com എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. ആപ്പ് ഗെയ്സർ. അപ്പോൾ ഓൾറെഡി സെർച്ചിങ് ആയിട്ട് താഴെ വരും അപ്പോൾ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അവിടെ തന്നെ എടുക്കാം. ഞാൻ ഇപ്പോൾ താഴെ നിന്ന് സെർച്ചിൽ നിന്ന് എടുക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇപ്പോൾ ആപ്പ് ഗെയ്സർ വന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുകയാണ്. കാരണം എന്താ വെച്ചാൽ ഇൻ്റർനെറ്റാണ്. ഇതുകൊണ്ട് തന്നെ വെയിറ്റ് ചെയ്ത് ഇത് കളിക്കണം. ഒരു ആപ്പാണെങ്കിൽ നമുക്ക് ഓൾറെഡി എടുക്കാം. ഇതൊരു ഇതാണ്. എന്തായാലും ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ക്രിയേറ്റ് നൗ ഫോർ ഫ്രീ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിന് മുമ്പ് നിങ്ങൾ ഇമേജ് കാണാം രജിസ്റ്റർ ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ പിന്നീട് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പിന്നെയാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ക്രിയേറ്റ് നൗ ഫോർ ഫ്രീ എന്നതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ക്ലിക്ക് ചെയ്തു. ഓക്കെ, ക്ലിക്ക് ചെയ്താൽ എനിക്ക് ഇങ്ങനെ വരും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് കുറേ കാറ്റഗറീസ് ഉണ്ടാവും. ഇത് മെസ്സേജ്, വെബ്സൈറ്റ്, ബ്രൗസർ, വീഡിയോ, കുറേ. ഇതെല്ലാം വേറെയും സബ്ജക്റ്റ് ഉണ്ടാവും. അപ്പുറമെല്ലാം കാണാം നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ ആദ്യത്തെ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് ഇങ്ങനെ ടെംപ്ലേറ്റ് ഡിസ്ക്രിപ്ഷൻ. അപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാരണം വെച്ചാൽ ഇവിടെ സെറ്റിങ്സ് ഉണ്ട്. അവിടെ നിങ്ങൾ സെറ്റിങ്സ് കുറച്ച് പൂരിപ്പിക്കാണ്. അതായത് ഏതെല്ലാം കളറാണ് വേണ്ടത്. അതായത് ആക്ഷൻ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, സെൻഡ് മെസ്സേജ്, ടെക്സ്റ്റ് കളർ, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അവിടെ എല്ലാം നിങ്ങൾ കളറൊന്ന് പൂരിപ്പിക്കുക. താഴെ എനേബിൾ ഡയലോഗ് ടാബ്സ് നടാം. അവിടെ എല്ലാം ക്ലിക്ക് ചെയ്യുക. എന്നാൽ 3 ഓപ്ഷൻസ് മാത്രം ക്ലിക്ക് ചെയ്യാൻ പറ്റില്ല. ബാക്കിയെല്ലാം നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ചാനലിൻ്റെ ഒരു URL കൊടുക്കണം. ആ ചാനലിൻ്റെ URL കൊടുക്കാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുക്കാം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ അതും കൊടുത്താൽ മതി. അത് സ്വന്തമായാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ ഇല്ലാത്തവരാണ് ഞാൻ പറഞ്ഞത്. ഇനി അവിടെ ഒരു അറ്റാച്ച് ഇമേജ് ഉണ്ടാവും. അവിടെ നിങ്ങൾ ഇമേജ് കൊടുക്കണം. അതായത് ആപ്ലിക്കേഷൻ്റെ ലോഗോ ആണ്. അത് നിങ്ങൾ കൊടുക്കണം. ഞാൻ ഇപ്പോൾ ആപ്ലിക്കേഷൻ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി താഴെ വരികയാണ്. ഇനി നെക്സ്റ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾ കാണാം അവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് പൂരിപ്പിച്ചിട്ടുണ്ട്. ഇനി ആപ്ലിക്കേഷൻ നെയിം കൊടുക്കണം. ഇപ്പോൾ ആപ്ലിക്കേഷന് ഒരു നെയിം കൊടുക്കുകയാണ്. ഓക്കെ, ഞാൻ മീഡിയ എന്ന് കൊടുത്തു. ഓക്കെ, ഇനി 3 സ്റ്റെപ്പ് പൂർത്തിയായിട്ടുണ്ടാണ്. ഇനി ഞാൻ 4ാമത്തെ സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഇപ്പം നിങ്ങൾക്ക് 4 സ്റ്റെപ്പ് ഇവിടെ കാണാം. അതിൽ ആദ്യത്തെ ടെമ്പിളിൻ്റെയും അതായത് നമ്മൾ ചെയ്തെല്ലാം ഇവിടെ കാണും. ആപ്പ് സെറ്റിങ്സ്, നമ്മൾ ആപ്പിൻ്റെ എന്തെല്ലാം സെറ്റിങ്സ് ചേഞ്ച് വരുത്തിയിട്ടുണ്ടോ അതെല്ലാം ഇവിടെ കാണാം. പിന്നെ ആപ്പ് നെയിം, നമ്മൾ കൊടുത്ത ആപ്പിൻ്റെ നെയിമും കാണാം ഇവിടെ. ഓക്കെ, ആപ്പിൻ്റെ നെയിം. പിന്നെ ഒരു ഡിസ്ക്രിപ്ഷനാണ്. സോറി ഫ്രണ്ട്സ്. അവിടെ നിങ്ങൾ ഈ ആപ്ലിക്കേഷനെ കുറിച്ച് കൊടുക്കണം. ആപ്ലിക്കേഷൻ എന്താണ്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എല്ലാം കൊടുക്കണം. ഞാൻ ജസ്റ്റ് ദിസ് ഈസ് എ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ എന്ന് മാത്രം കൊടുക്കുകയാണ്. ഈ സോഷ്യൽ മീഡിയ എന്ന് മാത്രം കൊടുക്കുകയാണ്. ശേഷം താഴെ കണ്ട ഐക്കൺ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇനി ഈ ആപ്ലിക്കേഷനിൽ ലോഗോ, എക്സ്ട്രാ ലോഗോ കൊടുക്കണം. നേരത്തെ കൊടുത്ത ലോഗോ അല്ലാതെ വേറെ ലോഗോ കൊടുക്കണം. ഞാനിപ്പോൾ ഒരു ലോഗോ കൊടുത്തു. ഇനി ക്രിയേറ്റ് എന്ന ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ നിങ്ങൾ സൈനിങ് ചെയ്യാൻ പറയും. ഞാൻ നേരത്തെ പറഞ്ഞു ഇത് സൈനിങ് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾ പിന്നീട് ചോദിക്കുമെന്ന്. നിങ്ങൾ നേരത്തെ സൈനിങ് ചെയ്തവരാണ് ഇവിടെ സൈനിങ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ സൈനിങ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ ഇവിടെ സൈനിങ് ചെയ്യാണ്. ഓക്കെ, ഞാൻ സൈനിങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ജസ്റ്റ് എ മൊമെൻറ്റ് കാണാം. ഇവിടെ ജസ്റ്റ് മൊമെൻറ്റ് വെച്ചാൽ ഇങ്ങനൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത്. ഇവിടെ ആപ്ലിക്കേഷൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് നികത്താനുള്ള ഓപ്ഷനാണ് ഇവിടെ ഡാഷ്ബോർഡ്. അവിടെ ക്രിയേറ്റ് എ ടിക്കറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ വേറെ തന്നെ ഒരു വെബ്സൈറ്റിലേക്ക് പോകുന്നത് അവിടെ ഈ ആപ്പ് ഗേസറിൽ നിങ്ങൾക്ക് എന്താണ് ഒരു സംശയമുള്ളത്, പ്രോബ്ലം ഉള്ളത്, അത് അവിടെ കൊടുത്താൽ മതി. ഓക്കെ ഗൈസ്, അതെല്ലാം പൂരിപ്പിച്ചിട്ടുണ്ട്. പ്രശ്നമുണ്ടെങ്കിൽ എന്ന്. അപ്പോൾ നിങ്ങൾ താഴെ വന്നാൽ ഇവിടെ കാണും. താഴെ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷന് പബ്ലിഷ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും. പ്ലേ സ്റ്റോറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻ്റർനെറ്റിൽ പബ്ലിഷ് ചെയ്യാം, ഗൂഗിളിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായി ഡൗൺലോഡ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ചെങ്കിലും ഇത് സ്വന്തമായി ഡൗൺലോഡ് ചെയ്യുകയാണ്. കാരണം വെച്ചെങ്കിൽ ഇത് ഗൂഗിളിൽ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ഇത് പബ്ലിഷ് ചെയ്യാൻ കുറച്ച് അലോമെൻറ്റ്സ് ഉണ്ട്. കാരണം ഗൂഗിളിൻ്റെ പ്രൊട്ടക്റ്റിൽ കിട്ടണം, അതുകൊണ്ട് കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് ഞാൻ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ മാത്രം ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഡൗൺലോഡ് ആകുന്നുണ്ട്. അപ്പോൾ ഇവിടെ കാണാം ഒരു പബ്ലിഷ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് ഇത് നമ്മുടെ മൊബൈലിലേക്ക് പബ്ലിഷ് ചെയ്യാൻ. അപ്പോൾ ഇപ്പോൾ പബ്ലിഷ് ആവുന്നില്ല കേട്ടോ. ഇപ്പോൾ അതാണത്ര, ഡൗൺലോഡ് ആണത്ര. അപ്പോൾ ഇവിടെ കാണാൻ ഒരു ബെല്ല് ഐക്കൺ വന്നിട്ടുണ്ട്. അതായത് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്തെല്ലാം നോട്ടിഫിക്കേഷൻ വരുന്ന അതെല്ലാം ഇവിടെ കാണാം. അതായത് ഇപ്പോൾ ഈ ആപ്ലിക്കേഷൻ വേറെ ആരെങ്കിലും ഉപയോഗിച്ചെങ്കിൽ അവർക്ക് എന്തെല്ലാം പ്രശ്നമുണ്ടോ അതെല്ലാം വരും, ഫീഡ്ബാക്ക് അവരുടെ. അപ്പോൾ ഇവിടെ കാണാം പ്രസ് ആൻഡ് നെക്സ്റ്റ് എന്ന് കാണാം. അവിടെ പ്രസ് നെക്സ്റ്റ് നോക്കിയാൽ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇത് ഡൗൺലോഡ് ആകുന്നുണ്ട്. നിങ്ങൾ കാണാം ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡൗൺലോഡ് ആകുന്നുണ്ട്. നമുക്കൊന്ന് ബാക്കോട്ട് വരാം. ബാക്ക് വന്നിട്ട് നോക്കാം, നോട്ടിഫിക്കേഷൻ നോക്കാം. ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്താൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും, ഇൻസ്റ്റാൾ ചെയ്യാം. ഫ്രണ്ട്സ്, ഇതിൻ്റെ എല്ലാ അലോട്ട്സും ഇതിലുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങളുണ്ടാക്കിയ ആപ്ലിക്കേഷൻ. ഞാനിപ്പോൾ ചുമ്മാ നിങ്ങൾക്കൊന്ന് കാണിക്കാൻ മാത്രമാണ് ഉണ്ടാക്കിയത്. നിങ്ങളുണ്ടാക്കി ഒന്ന് ട്രൈ ചെയ്യുക ഫ്രണ്ട്സ്. ഇന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതെല്ലാം വീണ്ടും വരാൻ. ബൈ ബൈ.